ഇന്നത്തെ കട്ട്ലറ്റ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ പൊട്ടാറ്റോ അതുപോലെ തന്നെ ബോൺലെസ് ചിക്കനും കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. സൈഡിൽ കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയും ബ്രെഡൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. സാദാ ബ്രെഡ് തന്നെയാണ് ഇതിൽ പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ കുറച്ച് വലിയ പീസായ കാരണം നന്നായി ഉടച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ ഫ്രൈഡ് ചിക്കൻ ഉള്ള ദിവസമാണെങ്കിൽ അത് തന്നെ പീസാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഫൈനലി നമ്മുടെ പൊട്ടാറ്റോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊക്കെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ആദ്യം തന്നെ കോഴിമുട്ടയിൽ മുക്കിയെടുത്തു. പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് കൊടുക്കാം. സെക്കൻഡ് കൊണ്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കരിയാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ കട്ട്ലറ്റ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ.